ലഹരി കേസുകളുടെ എണ്ണത്തിൽ കൊച്ചിയിൽ വൻ വർധന. രാസലഹരിയുടെ കണ്ണികൾ അറുക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കുമ്പോൾ ലഹരി ഒഴുക്കാൻ പുതുവഴികൾ തേടുകയാണ് മാഫിയകൾ. പാകിസ്ഥാനിൽ നിന്നടക്കം കൊച്ചിയിലേക്ക് ലഹരി എത്തുന്നുണ്ടെന്ന് NCBയും സമ്മതിക്കുന്നു. കൊച്ചി IT നഗരവും മെട്രോ നഗരവും ഉൾപ്പെടുന്ന കൊച്ചിയിൽ നിന്ന് ലഹരി സംഘങ്ങൾ കാർന്നു തിന്നുകയാണ്. ഇതിനെതിരെ നടപടി സ്വീകരിക്കേണ്ട പോലീസിനും എക്സൈസിനും NCBയ്ക്കും യഥാർത്ഥ കണ്ണികളിലേക്ക് എത്താൻ സാധിക്കുന്നില്ല. അനുദിനം വളരുകയാണ് കൊച്ചി. ഒപ്പം രാസലഹരിയും കൊച്ചിയുടെ മണ്ണിലേക്ക് കൂടുതൽ വേരൂന്നുന്നു. ലഹരിയെ ചെറുക്കാൻ ഒറ്റക്കെട്ടായി സമൂഹം കൈകോർക്കുമ്പോഴും ലഹരിയുടെ കൈകൾ നഗരങ്ങളിൽ നിന്നും ഗ്രാമങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ്. പാഴ്സലുകളിലടക്കം കൊച്ചിയിലേക്ക് രാസലഹരി ഒഴുക്കുകയാണ്. പാകിസ്ഥാനിൽ നിന്നടക്കം കേരളത്തിലേക്ക് മയക്കുമരുന്ന് എത്തുന്നുണ്ടെന്ന് നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ കണ്ടെത്തിയിരുന്നു. കടൽ മാർഗം എത്തുന്ന ലഹരി മത്സ്യബന്ധന ബോട്ടുകളിലാണ് പലപ്പോഴും കൊച്ചിയിൽ തീരം തൊടുന്നത്. ഗുജറാത്ത് തീരത്ത് ലഹരിവേട്ട നടത്തിയ ശേഷം NCBയും കസ്റ്റംസും കൊച്ചി തീരത്ത് വലവിരിച്ചെങ്കിലും ആരെയും പിടികൂടാൻ ദേശീയ ഏജൻസികൾക്ക് സാധിച്ചിരുന്നില്ല. പരിശോധനകൾ കർശനമാക്കുമ്പോൾ അതിനെ മറികടക്കാൻ പുതുവഴികൾ തെരഞ്ഞെടുക്കുന്നതാണ് രാസലഹരി സംഘങ്ങളുടെ രീതി. നിയമത്തിന്റെ കുരുക്കിൽപ്പെടാതിരിക്കാൻ ഇപ്പോൾ തെരഞ്ഞെടുത്തിരിക്കുന്നത് പാഴ്സൽ സംവിധാനമാണ്. പിടിക്കപ്പെടാൻ സാധ്യത കുറവെന്നതാണ് ഇത് തെരഞ്ഞെടുക്കാൻ പ്രധാന കാരണം. രാസലഹരിയുമായി ബന്ധപ്പെട്ടുള്ള കേസുകൾ കൊച്ചിയിൽ അനുദിനം വർദ്ധിക്കുന്നുവെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. 2025 ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ മാത്രം 50 ദിവസത്തിനിടെ 314 ലഹരി മരുന്ന് കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. ശരാശരി ഒരു ദിവസം 6 കേസുകൾ വീതം ഉണ്ടാകുന്നു. 314 കേസിലായി 365 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. 100 കിലോയോളം കഞ്ചാവും 622 ഗ്രാം MDMAയും 29 ഗ്രാം ഹാഷിഷും 2.5 ഗ്രാം ബ്രൗൺ ഷുഗറും 17.5 ഗ്രാം ഹാഷിഷ് ഓയിലും 41 ഗ്രാം LSD 18.5 ഗ്രാം LSD പഞ്ചസാര ക്യൂബ് ഇങ്ങനെ നീളുന്നു കണക്കുകൾ. 2024 2475 ലഹരി കേസുകളാണ് ജില്ലയിൽ രജിസ്റ്റർ ചെയ്തത്. ഇതിൽ 2795 പ്രതികളെ പിടികൂടാൻ സാധിച്ചിട്ടുണ്ട്. ഇക്കാലയളവിൽ 333 കിലോ കഞ്ചാവ് 1890 ഗ്രാം MDMA ഉൾപ്പെടെ 18ഓളം മയക്കുമരുന്ന് കേസുകളാണ് പിടികൂടിയത്. കോളേജ് വിദ്യാർത്ഥികൾ, യുവതി യുവാക്കൾ, സിനിമ, IT മേഖലയിലുള്ളവർ തുടങ്ങിയവരെ കേന്ദ്രീകരിച്ചാണ് ലഹരി മാഫിയയുടെ പ്രവർത്തനം. ക്യാമറ പേഴ്സൺ ജിഷ്ണുവിനൊപ്പം സാനു K. സജീവ്, കേരള വിഷൻ ന്യൂസ്, കൊച്ചി.